പ്രിയപ്പെട്ടവരെ, നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. അവിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ കളക്ടറേറ്റ് ഉപരോധിക്കുകയാണ്. പുനരധിവാസ പട്ടികയിൽ അനർഹരായ നിരവധി പേരെ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ദുരന്തബാധിതരുടെ സംഘടനയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ദീപക് മോഹനുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്നും തത്സമയം. ദീപക്, എന്തിനാണിപ്പോൾ പ്രതിഷേധം? വീടൊരുങ്ങുകയാണല്ലോ എല്ലാവർക്കും. അരുൺകുമാർ, ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട 1 വർഷവും 2 മാസവും പിന്നിടുകയാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് സർക്കാർ ഇപ്പോൾ ടൗൺഷിപ്പിന് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് അറുതിയില്ല എന്നതിനുള്ളൊരു തെളിവാണ് കൽപ്പറ്റ കളക്ടറേറ്റ് മുൻപിൽ ഈ കാണുന്ന ആളുകൾ. ഇവരൊക്കെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ വാർഡുകളിലുള്ള പ്രത്യക്ഷത്തിലും അല്ലെങ്കിൽ പരോക്ഷമായുമൊക്കെ ഉരുൾപൊട്ടൽ ദുരന്തം മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളാണ്. നിരവധി തവണ ഈ വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അധികൃതർക്ക് മുൻപിൽ ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. നേരത്തെ അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ ഈ ലിസ്റ്റിൽ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളോടൊപ്പം ഈ ജനശബ്ദം ആക്ഷൻ സമിതിയുടെ ഷാജിമോൻ ചൂരൽമല ചേരുകയാണ്. എന്താണ് നിങ്ങളിപ്പോൾ ഒരു ആരോപിക്കുന്ന പ്രശ്നം? എന്താണ്? ഇതിനു മുൻപും നിരവധി തവണ ചർച്ചകളുണ്ടായി, മുഖ്യമന്ത്രിയെ കണ്ടു, ഇപ്പം എന്താണ് വിഷയം? അല്ല, ഞങ്ങൾ ഇതൊക്കെ പലതവണ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഇവിടെ ആ 3 സ്ഥലങ്ങളിൽ, ആ റാട്ടപ്പാടി പോലുള്ള, മുണ്ടക്കൈ പോലുള്ള പാടികളിൽ താമസിച്ച ആളുകൾ, അതുപോലെ ഈ വീടുകൾ കെട്ടിയിട്ട്